6, 5, 4, 3, 2, 1. Yes. Sit down. ഒരു ചോദ്യം മാത്രം നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ എല്ലാവരും ഓരോ ചോദ്യം ചോദിക്കും. ഒരു ചോദ്യവും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. വേണ്ടേ? യു അണ്ടർസ്റ്റുഡ്? ഞാൻ ഇവിടെ നിന്ന് തുടങ്ങില്ല. വളണ്ടിയേഴ്സ് ആയിട്ട് ചോദിക്കാം. ഫൈൻ. ചോദ്യം എഴുതുക. അത് കഴിഞ്ഞാൽ എല്ലാവരും allow you to stand up. ചോദ്യം ചോദിക്കുന്ന ആൾക്ക് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇരിക്കാം. So let me see who is going to ask first. ക്രിയേറ്റീവ് ആയിട്ടുള്ള ചോദ്യം ചോദിക്കും. എൻറ്റയർലി ഡിഫറെന്റ്. ഞാൻ സമയം തരികയില്ല. ടപ്പ് 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 എന്ന് തീർക്കും. യെസ്. റെഡിയായോ? Done? ഓക്കെ, ആര് ചോദിക്കും ആദ്യം? സൈക്കോളജി എന്ന് പറയുന്നത് തന്നെ ബേസിക്കലി സയൻസ് അല്ല. കാരണം നമുക്ക് ഒരാളെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് അയാളുടെ ബിഹേവിയർ പാറ്റേൺ ആണ്. മനസ്സ് എന്ന് പറയുന്നത് തന്നെ വെസ്റ്റേൺ സയൻസിൽ കാണിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സാധനമാണ്. എവിടെയാ മനസ്സ്? കാണിച്ച് പോയിന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ മനസ്സ്? മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ എല്ലാ ഇൻപുട്സും 5 ഇന്ദ്രിയാസ് അതിൽ കിട്ടുന്ന ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മനസ്സ്. അത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ സയൻസ് എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും കാണാൻ പറ്റുന്നതിനാണ് സയൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇയാളുടെ അമ്മയ്ക്ക് ഇയാളോട് സ്നേഹമുണ്ട്, ഉണ്ടോ? കാണിച്ചു കൊടുക്കാൻ പറ്റും. നമുക്ക് അനുഭവിക്കാം. 2 തരത്തിലുള്ള സയൻസ് ഉണ്ട്. ഒന്ന് വിച്ച് ക്യാൻ ബി എക്സ്പെരിമെന്റഡ്, മറ്റൊന്ന് എക്സ്പീരിയൻസ്ഡ്. ഓക്കെ, ഇപ്പൊ പാരാസൈക്കോളജി എന്ന് പറയുന്നതും എല്ലാ സയൻസും വിച്ച് ഇസ് സ്യൂഡോ സയൻസ് എന്ന് പറയുന്നത് വിച്ച് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ് ബട്ട് വിച്ച് കനോട്ട് ബി എക്സ്പെരിമെന്റഡ്. ഭഗവാൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ somebody can experience. അല്ലേ? വെള്ളത്തിന്റെ ടേസ്റ്റ് എന്താ? നല്ല ദാഹമുള്ള സമയത്ത് എന്തായിരിക്കും ടേസ്റ്റ്? ഓക്കെ, ഓറഞ്ചിന്റെ ടേസ്റ്റ് എന്താ? നമുക്കറിയാം. ഓറഞ്ചിലെ ജ്യൂസ് എന്ന് പറയുന്ന സാധനം ഇല്ലാതെയായിരിക്കാം, എന്നുവെച്ചാൽ വെള്ളപ്പറ്റില്ലാതെയായിരിക്കാം ഓറഞ്ചിന്. ഡ്രൈ ആയിട്ടുള്ള ഓറഞ്ച് അതിനെന്തായിരിക്കും ടേസ്റ്റ്? നോ ടേസ്റ്റ്.
അപ്പൊ ഓറഞ്ചിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഓറഞ്ചിന്റെ ടേസ്റ്റ് അല്ല, ശരിക്ക് ഓറഞ്ചിലുള്ള വാട്ടർ കണ്ടന്റിന്റെ ടേസ്റ്റ് ആണ്. ആപ്പിളിന്റെ ടേസ്റ്റ് അല്ല, ആപ്പിളിലുള്ള വാട്ടർ കണ്ടന്റിന്റെ ടേസ്റ്റ് ആണ്. അപ്പൊ എന്താ വെള്ളത്തിന്റെ ടേസ്റ്റ്? അത് എവിടെയാണോ ഉള്ളത് അവിടെ കാണിക്കുന്നതാണ് അതിന്റെ ടേസ്റ്റ്. ഇപ്പൊ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോടാണോ എപ്പോഴാണോ എങ്ങനെയാണോ കാണിക്കുന്നത് അതാണ് സ്നേഹം. അപ്പൊ അത് ഇൻഡിപെൻഡന്റ് ആണ്. ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ രണ്ട് സംഭവമുണ്ട്. അത് വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത സമയത്ത് വ്യത്യസ്ത സ്വഭാവത്തിലൊക്കെ വരുമ്പോ അത് നമുക്ക് കാണാൻ പറ്റുന്നത് വ്യത്യസ്ത രൂപത്തിലാണ്. അതൊക്കെ സ്യൂഡോ സയൻസ് ആണ്. പക്ഷെ എന്തുകൊണ്ട് അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്ന നമ്മള്? ഈ ലോകത്ത് ആർക്കെങ്കിലും അതുകൊണ്ട് ഗുണമുണ്ടെങ്കിൽ, അങ്ങനെ കുറെ ഗുണമുള്ളതുകൊണ്ടാണല്ലോ നമ്മള് ഇപ്പം ഭാരതത്തിൽ നാട്യം ശാസ്ത്രമാണ്. ഡാൻസ് ഈസ് എ സയൻസ്, ആർട്ട് സയൻസ് ആണ്, ശാസ്ത്രം. മ്യൂസിക് സയൻസ് ആണ്, കാരണം മ്യൂസിക് പലർക്കും ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരമുണ്ട്. അപ്പൊ എന്താ സയൻസിന്റെ ഡെഫിനിഷൻ? ലോകാനാം ഉപകാരായ ഏതത് സർവം പ്രദർശിതം. ജനങ്ങൾക്ക് ഉപകാരമുള്ളതൊക്കെ സയൻസ് ആണ്. അതുകൊണ്ട് സൈക്കോളജി സയൻസ് ആണ്. എക്കണോമിക്സ് BA ആണ്. നമ്മളെ സംബന്ധിച്ചോളം BA എന്ന് പറഞ്ഞാൽ ആർട്സ് ആണ്, സയൻസ് അല്ല. പക്ഷെ എക്കണോമിക്സ് BSc എക്കണോമിക്സും ഉണ്ട്. പണ്ട് മാത്തമാറ്റിക്സ് BA മാത്സ് ആയിരുന്നു, ഇപ്പോഴാണ് BSc മാത്തമാറ്റിക്സ് ആയത്. ഓരോ കാലത്തും നമ്മൾ ആർട്സ് സയൻസ് എന്നൊക്കെ പറയുന്നത് ഏത് ഡിഗ്രിയാണ് കൊടുക്കുന്നത്, BSc ആണോ BA ആണോ അനുസരിച്ചിട്ടാണ്. അതല്ല സയൻസും മാത്സും. അത് ജനങ്ങൾക്ക് ഉപകാരമുള്ളതാണെങ്കിൽ പലതും ഉപകാരമുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ വെക്കില്ലല്ലോ. കാണാൻ പറ്റാത്തതുകൊണ്ട് വിശ്വസിക്കില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. സൈക്കോളജി മാത്രമല്ല, പല സംഭവങ്ങളും നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന മെത്തഡോളജിയിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയി. അതുകൊണ്ടാണ് നമുക്ക് അത്ര പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഗുഡ് ക്വസ്റ്റ്യൻ. യാ, somebody else. വേഗം എന്തിനു ചോദിക്കാം? ഒന്നും ചോദിക്കാനില്ല ഇത്രയായിട്ടും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റൈറ്റിംഗിന്റെ ക്രിയേറ്റിവിറ്റി കൂട്ടോ കുറക്കോ എന്നാണ് ചോദ്യം. ഞാനൊക്കെ കവിത എഴുതാൻ തുടങ്ങിയതൊക്കെ എന്റെ കവിതയാണ്. ഞാൻ പണ്ട് ഇവിടെ വന്ന സമയത്ത് നല്ലൊരു കവി, വിഷ്ണുനാരായണൻ നമ്പൂതിരി എന്നൊക്കെ പറയുന്ന വലിയ കവിയാണ് കേരളത്തിൽ. അയാളുടെ കൊച്ചുമകൾ ഇവിടെ എന്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. കൃമി ഉണ്ടോ? കൃമി ഇല്ല, വേറൊന്നുമില്ലല്ലോ. നേരി ഉണ്ടെങ്കിൽ പോയിക്കോ വേഗം. അദ്ദേഹം ഇവിടെ കൊച്ചുമകൾ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ കവിത എഴുതിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ചൂസ് ടു ഗിവ് one ടോപ്പിക്, അതിനെ പറ്റി കവിത എഴുതുമെന്ന് പറയും. അങ്ങനെ ഇരുന്ന് എഴുതിയ കവിതയാണ്, 100 കവിതകൾ, ഓരോ ടോപ്പിക് ഒരു ദിവസം. അപ്പൊ ഞാനതിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ പറയായിരുന്നു, നിങ്ങളൊരു ടോപ്പിക് തന്നാൽ 2 മണിക്കൂർ കൊണ്ട് ഞാൻ കവിത എഴുതാം. ഒരുവിധം മോശമില്ലാത്ത കവിതകൾ. ഇന്ന് 5 മിനിറ്റ് കൊണ്ട് ചെയ്യും. ChatGPT can do it. ഭാഗ്യത്തിന് ഞാനൊക്കെ ഇതിന് പണ്ടേ കവിത എഴുതിയോട്ട് നന്നായി. അപ്പൊ എനിക്ക് തന്ന ഒരു കവിത, ഒരു ടോപ്പിക് തന്നത് ട്യൂബ് ലൈറ്റ് എന്നാണ്. വലിയ മഹാകവിയുടെ കൊച്ചുമകൾ എനിക്ക് തന്നൊരു ടോപ്പിക്കാണ് ട്യൂബ് ലൈറ്റ്. ഈ ഹാളിൽ നടന്ന സംഭവമാണ്. ഞാൻ ഇതിനോട് പുറത്ത് ഇരുന്നിട്ട് ഒരു കവിത എഴുതിയിട്ട് കൊടുത്തു, അതിനകത്ത് ഈ ബുക്കിൽ. നമ്മൾ ട്യൂബ് ലൈറ്റിനെ കുറിച്ച് എഴുതും, അത് LKG സ്റ്റുഡൻസിനോ 3ാം ക്ലാസ്സുകാർക്കോ എഴുതാം. പക്ഷെ ഞാനന്ന് എഴുതിയത്, ട്യൂബ് ലൈറ്റിൽ ഇലക്ട്രിസിറ്റി വരുന്നത് ആരെങ്കിലും സ്വിച്ച് ഓൺ ആക്കുമ്പോൾ കത്തുന്നതാണ്. ഇന്നത്തെ ബന്ധങ്ങൾ അതുപോലെയാണ്, ആരെയോ കൺട്രോളിലാണ്. ഞങ്ങളൊക്കെ ചെറുപ്പത്തില് ട്യൂബ് ലൈറ്റ് കാണാത്തവരാണ്. സാധാരണ മണ്ണെണ്ണ വിളക്കിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ എണ്ണയുണ്ടോ എന്ന് ഇങ്ങനെ നോക്കി കാണാൻ പറ്റും. ബന്ധം അതുപോലെയാണ്. പണ്ടൊക്കെ അളക്കാൻ എളുപ്പമാണ്, എക്സ്പ്ലിസിറ്റ്ലി കാണാൻ പറ്റും, വേറൊരാളുടെ കൺട്രോളിലല്ല. അതാണ് കവിതയുടെ ഭാവം. ഇപ്പൊ ട്യൂബ് ലൈറ്റിനെ കുറിച്ചല്ല നമ്മൾ എഴുതുന്നത്. എന്താ ചെയ്യുന്നത്? അതിനെ ഒരു ലൈഫ് റിലേഷൻ ആയിട്ട് മാറ്റുകയാണ്. അതുകൊണ്ടാണ് എന്റെ എല്ലാ ബുക്കുകളും
LIFE, ലൈഫ് റിലേറ്റഡ് ആണ്. Live in full enjoyment. Learn in full enjoyment. Learning is an investment for future earning. അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നമ്മുടെ ഒരു സ്വഭാവത്തിൽ എഴുതുന്ന കവിതകളാണ്. അത് ChatGPT ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ചിന്തകളിൽ നിങ്ങൾ റൈറ്റ് എ പോയട്രി ഓൺ ട്യൂബ്ലൈറ്റ് തന്നാല് ChatGPT പോയട്രി എഴുതും. അതിൽ ഞാൻ പറഞ്ഞ എന്റെ ജീവിതത്തിന്റെ ചെറുപ്പകാലത്തിലുള്ള അനുഭവവും ഇന്നത്തെ അനുഭവവും ഒക്കെ മിക്സ് ചെയ്ത് എഴുതാൻ പറ്റില്ല. പക്ഷെ അത് പറ്റും. എപ്പോ അത്തരത്തിലുള്ള കുറെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് അതിനെ മോഡിഫൈ ചെയ്ത് ഉണ്ടാക്കണം. മനസ്സിലായോ? അത് പോസിബിൾ ആണ്. അപ്പൊ എനിക്കൊരു ഒരു പ്ലാൻ വരയ്ക്കണം. എനിക്ക് വരയ്ക്കാൻ പറ്റും. വേറെ ആർക്കെങ്കിലും പറഞ്ഞ് അവർ വരപ്പിക്കാറുണ്ടല്ലോ, ആർക്കിടെക്ട് അല്ലേ? അതുപോലെ ഒരു മിഷനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ്. അങ്ങനെ ഗോസ്റ്റ് റൈറ്റേഴ്സ് എന്നൊരു പേര് തന്നെ. എന്താണ്? ഗസ്റ്റ് അല്ല, ഗോസ്റ്റ്. ഗസ്റ്റ് റൈറ്റേഴ്സ് എന്നാണ് പണ്ട് വിളിച്ചിരുന്നത്. പിന്നെ ഗോസ്റ്റ് റൈറ്റേഴ്സ് ആയി. അവരെന്താ ചെയ്യാ? ആരുടെയെങ്കിലും പേരിൽ വേറെ ആരെങ്കിലും ഒക്കെ എഴുതും. എനിക്കൊരു എഴുത്തുകാരനാവണം, എനിക്ക് എഴുതാൻ പറ്റില്ല. എന്ത് ചെയ്യും? എഴുതുന്ന ഒരാളെ കാശ് കൊടുത്ത് മേടിച്ചിട്ട് അയാളെ കൊണ്ട് എഴുതിപ്പിച്ച് എന്റെ പേരിൽ പബ്ലിഷ് ചെയ്യും. ChatGPT അങ്ങനെയാണ് ശരി. അപ്പൊ അതുകൊണ്ട് ക്രിയേറ്റിവിറ്റി കുറയുമെന്ന് വെച്ചാൽ കുറയില്ല. ക്രിയേറ്റീവായിട്ട് എഴുതുന്നവർ ഇപ്പോഴും എഴുതും. ക്രിയേറ്റീവ് അല്ലാത്ത പലരും ChatGPT ഉപയോഗിച്ചിട്ടൊക്കെ എഴുതാൻ തുടങ്ങും എന്നത് സത്യമാണ്. പക്ഷെ അതൊക്കെ എളുപ്പം പിടിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇന്റർനെറ്റിൽ കിട്ടുന്ന കുറേ ഇൻഫർമേഷൻസ് ഉണ്ട്. ആ ഇൻഫർമേഷൻസ് ഒക്കെ വെച്ചിട്ട് എന്റെ ഐഡിയ വെച്ചിട്ട് എനിക്ക് തോന്നുന്ന ഒരു ബുക്ക് ഉണ്ടാക്കണമെങ്കിൽ എളുപ്പമാണ്. അതുകൊണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും, എഡിറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ പലതും പോസിബിൾ ആണ്. ഇപ്പൊ ChatGPT ക്രിയേറ്റീവ് ആയിട്ട് യൂസ് ചെയ്താൽ, ഇപ്പൊ നമ്മൾ പലപ്പോഴും ഗൂഗിളിനോട് ചോദിക്കും, ഹേ ഗൂഗിൾ ടെൽ മീ ദിസ് എന്ന് പറഞ്ഞാൽ അവിടെ അത് പറയാലോ അല്ലേ? ഹേ ഗൂഗിൾ വാട്ട്സ് ദ ടെമ്പറേച്ചർ ഇൻ അരവിന്ദ വിദ്യാമന്ദിരം നൗ എന്ന് ചോദിച്ചാൽ പറയില്ല. പക്ഷെ എന്ത് പറയും? അരവിന്ദ വിദ്യാമന്ദിരം എവിടെയാണെന്ന് തപ്പി കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ കണ്ടുപിടിച്ചിട്ട് പള്ളിക്കത്തോളം എന്താണെന്ന് പറയും. ഓട്ടെ. അത് കഴിഞ്ഞ് അലക്സ വന്നു, അലക്സയിൽ ചോദിക്കാം. അത് കഴിഞ്ഞപ്പോ ഇപ്പൊ മെറ്റാ ക്ലാസ് വന്നു. ഇത് മെറ്റാ ക്ലാസ് ആണ്. So I am taking your pictures now, right? ഇതിനകത്ത് it will get recorded. Are you seeing the light on? Yeah, battery is 100%. നോടിപ്പോ പറഞ്ഞു. എനിക്ക് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഉണ്ട്. There is a audio here, so it's telling me ഇപ്പൊ 100% ഉണ്ട്. Okay. അപ്പൊ എനിക്ക് ഇപ്പൊ മൊബൈലിനോട് ചോദിക്കാൻ പറ്റുന്നതൊക്കെ വെറുതെ സംസാരിച്ചു കഴിഞ്ഞാലും സ്റ്റാർട്ട് ഗിവിംഗ് മീ ഇൻഫർമേഷൻ. എനിക്കിത് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്റെ ഭാഷയിൽ പറഞ്ഞു. Can I take a video? Take a picture. I'm taking a video. കാണില്ലേ ലൈറ്റ്? അപ്പൊ ഇന്ന് മെറ്റ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും, നമ്മൾ ഫോണിൽ ചെയ്യുന്നതും കമ്പ്യൂട്ടറിൽ ചെയ്യുന്നതും ഒക്കെ ഇതിനകത്ത് ഫുൾ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ചെയ്യാൻ പറ്റും. Can record it, download it, use it. It's a beautiful video, high resolution. മാത്രമല്ല ഗൂഗിളിൽ ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളും ഒക്കെ എനിക്ക് ഇവിടെ മാത്രം കേൾക്കാൻ പറ്റും. Nobody else will listen. So there is an earphone. Okay. ഇപ്പോ ഗാഡ്ജറ്റ് ഉപയോഗിക്കുന്നത് നല്ലതിന് ഉപയോഗിക്കാം. ഇപ്പൊ ഏതെങ്കിലും ഒരു സാധനം, ഐ ഡോണ്ട് നോ വെദർ യു നോ, ഈ ഫോണിലാണ്. I don't know how many of you know augmented reality, AR, in the classroom.
ഇപ്പൊ എന്റെ ക്ലാസ് റൂമിൽ എനിക്കിപ്പോ ഒരു സിംഹത്തെ കൊണ്ടുവരണമെങ്കിൽ I can just in between I can have the lion here. It will start making sound. ഞാൻ ചെറിയ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അവരുടെ ടീച്ചേഴ്സിന്റെ ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ ഇത് ഡെയിലി പാർട്ടായിട്ട് ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യാം. യു ക്യാൻ ട്രൈ വിത്ത് 3D. ഗൂഗിളിൽ പോവാ, ടൈപ്പ് whichever animal you want and go to the 3D option there. Okay, internet കുറച്ച് ഡൗൺ ആണ് ഇതിനകത്ത്. Go to 3D option there. ആ 3D option അടിച്ചു കഴിഞ്ഞാൽ you will see bring that elephant in your place എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഏതാണെന്ന് വെച്ചാൽ you cannot do it. I will just show you tomorrow sometime. Okay, അത് നേരെ നിങ്ങളുടെ റൂമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. And then you can place it in between. ഞാൻ ചെറിയ കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ ഒരു പ്രോഗ്രാം തന്നെയുണ്ട്. ആ പ്രോഗ്രാമാണ് ഗ്രാൻഡ് മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം. നിങ്ങളുടെയൊക്കെ ഏതെങ്കിലും അയൽവാസികളോ സിസ്റ്റേഴ്സോ പാരന്റ്സോ റിലേറ്റീവ്സോ ആർക്കെങ്കിലും ജോലി ഇല്ലാതെ ഉണ്ട്, അവർക്ക് സ്കൂൾ തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ they can get all the idea. ആ 2 ദിവസം ഉണ്ടല്ലോ, 18, 19, 20, ആ ദിവസങ്ങളിൽ അവർക്ക് ഉപകരിക്കുന്ന ബുക്സ് ആണ്. ഇതിന്റെ ടൈറ്റിൽ തന്നെ ABCD, Ambitious Beginning, Child's Dream, Early Childhood Education, Futuristic Guide, HIJKL MNOPQR TUBWXS. 26 ചാപ്റ്റർ ആയിട്ട് A to Z ആണ്. ഇത് മൈൻഡ് മാറ്റേഴ്സ്, ഹൗ ദ സൈക്കോളജിക്കൽ. ദിസ് ഈസ് അഡോളസൻസ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ, ഹൗ യു ക്യാൻ ബി കൺട്രോൾ. ആൻഡ് ദിസ് ഈസ് ഹൗ ടു ടേക്ക് കെയർ ഓഫ് ഡ്യൂറിംഗ് പ്രഗ്നൻസി. ഫൈൻ. ഇത് ലൈഫ് തുടങ്ങുന്നത് മുതൽ ഒടുങ്ങുന്നത് വരെയുള്ള എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം, ഹൗ ഡു യു മേക്ക് യുവർ ചിൽഡ്രൻ ഫ്രം ചൈൽഡ്ഹുഡ് ഓൺവേർഡ്സ്, ഏജ് 3 to grade 3. 3 പുസ്തകങ്ങൾ. അപ്പൊ നമ്മളിപ്പോ ടെക്സ്റ്റ് ബുക്കിൽ ഇത് ആനയാണെന്ന് പറയേണ്ട കാര്യമില്ല. ആനേനെ എന്റെ ക്ലാസ്സിൽ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഇത് അങ്ങനെ പറഞ്ഞാണ് കാര്യം. You understood? So augmented reality can be used in your classrooms. അതാണ് ഞാൻ ടീച്ചേഴ്സിനെ പഠിപ്പിക്കുന്ന പരിപാടി. എല്ലാ ടീച്ചേഴ്സും ഇത് ഉപയോഗിക്കണമെന്ന് ഞാൻ പറയാം. ഞാൻ സാധാരണ പറയാറുള്ളത്, ചില ക്ലാസ്സുകളിലൊക്കെ സ്മാർട്ട് റൂംസ് ഉണ്ട്, നല്ല ക്ലാസ് സ്മാർട്ട് റൂംസ് എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ ടീച്ചേഴ്സ് കമ്പ്യൂട്ടർ സ്മാർട്ട് റൂം ആക്കിയിട്ട് മാറ്റും. അങ്ങനെയാണെങ്കിൽ എല്ലാ പിള്ളേരും കയ്യിൽ മൊബൈൽ വെക്കണ്ടേ ക്ലാസ്സിൽ? എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ വേണ്ടേ? എന്തുകൊണ്ടാണ് ഇന്ന് സമ്മതിക്കാത്തത്? ബിക്കോസ് യു മിസ്യൂസ് ഇറ്റ്. യു ആർ നോട്ട് യൂസിങ് ഫോർ എഡ്യൂക്കേഷൻ. ആക്ച്വലി എഡ്യൂക്കേഷൻ അത് ഉപയോഗിക്കുകയാണെങ്കിൽ യു ക്യാൻ മേക്ക് ഇറ്റ് മച്ച് ബെറ്റർ. ഏറ്റവും പഠിക്കാനുള്ള മാർഗം ഞാൻ പറയാം. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, അതിലൊരു പേജ് എടുത്തിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന തോന്നുന്ന ചില വേർഡുകൾ പോലും, അറിയാത്ത കുറെ ഉണ്ടാവും, അർത്ഥമറിയാത്ത കുറെ വാക്കുകൾ ഉണ്ടാവും, അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. അതിന്റെയൊക്കെ അർത്ഥം ശരിക്കും മനസ്സിലാക്കുക, വാക്കുകളുടെ അർത്ഥം ശരിക്കും മനസ്സിലാക്കുക. ഇപ്പൊ ക്യാമറ നിങ്ങൾക്ക് അറിയുന്നൊരു സംഭവമാണ്, പക്ഷെ നിങ്ങളോട് ക്യാമറ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും? ഓരോ വാക്കുകൾ എടുത്തിട്ട് ഒരു ദിവസം അടുത്ത ഫ്രണ്ടിനോട് 10 വാക്കുകൾ എടുത്തിട്ട് ഇത് ഡിഫൈൻ ചെയ്യാൻ പറയും. അപ്പൊ നിങ്ങളും പഠിക്കും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും യുവർ വൊക്കാബുലറി വിൽ ഇംപ്രൂവ്, യുവർ നോളജ് വിൽ ഇംപ്രൂവ്. ഇതിനൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിൽ ഹെൽപ്പ് യു. നിങ്ങൾ എല്ലാവരും കലാം എന്നൊരു പേര് എഴുതാം, KLAM, കലാം. അത് തിരിച്ചൊന്ന് വായിക്കാം, മലാഖ്. കലാമിന്റെ റിവേഴ്സ് വായിച്ചാൽ എന്താവുക? മലാഖ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നിങ്ങൾ നല്ല സാരിയിൽ കുറെ ഡെക്കറേഷൻ ഉള്ള ചില തട്ടം പർദ്ദയൊക്കെ ഉപയോഗിക്കുമ്പോൾ പർദ്ദയുടെ മുകളിൽ ഡെക്കറേഷൻ ഇല്ലേ? ആ ഡെക്കറേഷന്റെ പേര് മലാഖ് എന്നാണ് അറബിക്കില്. ഹിബ്രു ലാംഗ്വേജില് മാലാഖ എന്ന മലയാള വാക്കില്ലേ, അത് വന്ന് മലാഖ് എന്ന വാക്കെന്നാണ്. അപ്പൊ ഞാൻ എങ്ങനെയാണ് മലാഖ് എന്ന് പറഞ്ഞാൽ മാലാഖയാണെന്ന് അറിഞ്ഞത്?
നമ്മൾ മലാഖ മലാഖ എന്ന വാക്ക് കുറേ പ്രാവശ്യം കേട്ടിട്ടുണ്ട്, ഉണ്ടോ ഇല്ലയോ? എപ്പോഴെങ്കിലും നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥം എന്താണ്? അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ നിങ്ങളുടെ വൊക്കാബുലറി കൂടും. ഇപ്പൊ വിഷു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. ഓരോ വാക്കുകളുടെയും അർത്ഥം അന്വേഷിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അറിവും അത് നിങ്ങളുടെ ബ്രെയിനിൽ വരുമ്പോ കലാന്ന് കാണുമ്പോൾ ഉടനെ മലാഖെന്ന് വായിക്കും. അതിന്റെ പ്രസൻസ് ഓഫ് മൈൻഡ് എന്നാ പറയാം. എന്താ പറയാ? നല്ല പോയറ്റ്സ്, നല്ല റിസർച്ചർ, നല്ല സയന്റിസ്റ്റ്, ഇവർക്കൊക്കെ പ്രസൻസ് ഓഫ് മൈൻഡ് വേണം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ എന്തിനാ നിങ്ങളെ YYMMDDയും ഒക്കെ ആക്കി കളിപ്പിച്ചത്. അത് പ്രസൻസ് ഓഫ് മൈൻഡ് ചെക്ക് ചെയ്യാണ്. ആദ്യം നിങ്ങൾ ചെയ്തതുപോലെ അല്ല രണ്ടാമത് ചെയ്തപ്പോ. എന്റെ കൂടെ ഒരു 10 ദിവസം നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് മാറും. ഒരു പോലീസിന് ഏറ്റവും അത്യാവശ്യം പ്രസൻസ് ഓഫ് മൈൻഡ് ആണ്. ഒരു സയന്റിസ്റ്റിനും ഏറ്റവും അത്യാവശ്യം പ്രസൻസ് ഓഫ് മൈൻഡ് ആണ്. ഒരു പോയറ്റിനും ആവശ്യം പ്രസൻസ് ഓഫ് മൈൻഡ് ആണ്. നിങ്ങൾ പരീക്ഷ എഴുതുമ്പോ ഇപ്പൊ ഓർമ്മയുടെ എഴുതുമ്പോ മാറുന്നു, ആവശ്യത്തിനൊന്നും വരില്ല. എന്താ കാര്യം? സോ അങ്ങനെ കൃത്യമായിട്ട് പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കുറെ ടെസ്റ്റ് വരും. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഉണ്ട്. നിങ്ങളുടെ പേരൊന്നും എഴുതുക, ഷോർട്ട് ഫോം ചുമ്മാ എഴുതുക. ഓക്കെ, റീഡ് ഇറ്റ് ഇൻ ദ റിവേഴ്സ് വേ. ഞാൻ ഇപ്പൊ കലാ എന്നുള്ളത് മലാഖെന്ന് എഴുതിയില്ലേ? എഴുതിയോ? കലാം എന്ന് എഴുതിയത് മലാഖെന്ന് വായിച്ചതുപോലെ നിങ്ങളുടെ പേരൊന്ന് റിവേഴ്സ് ആയിട്ട് വായിച്ചാട്ടെ. ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ തരിക വളരെ ഫേമസ് ആയിട്ടുള്ള സംഭവം റിവേഴ്സ് ആയിട്ട് തന്നിട്ട് എക്സാക്ട് എന്താണെന്ന് ചോദിക്കും. പക്ഷെ അത് റിവേഴ്സ് ആണെന്ന് നിങ്ങളോട് പറയില്ല, മിക്സ് ചെയ്തിട്ടാണ് തരിക. മിക്സ് ചെയ്തിട്ടാണ് തരിക. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന ഒരു എബിലിറ്റി ഉണ്ടെങ്കിൽ ഒളിഞ്ഞു കിടക്കുന്ന പലതും കണ്ടുപിടിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടെന്നാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ ഗൂഗിളിലൊക്കെ കൊടുക്കുമ്പോൾ സ്പെല്ലിംഗ് തെറ്റിയാലും ഉടനെ കറക്റ്റ് ചെയ്ത് ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുന്നു. ആ കഴിവ് നിങ്ങൾക്കുണ്ടോ? അതുണ്ടാവണമെങ്കിൽ കുറെ ഇത്തരം എക്സർസൈസ് ചെയ്യണം. ഫൈൻ. ഇപ്പോ നല്ല കഴിവുള്ളവരാണ് നമ്മള്, പക്ഷെ നമ്മള് ആ ബ്രെയിൻ അതുപോലെയൊന്നും പ്രാക്ടീസ് ചെയ്ത് ഉപയോഗിക്കുന്നില്ല. അതുണ്ടാവുമ്പോ യു വിൽ ബിക്കം ബെറ്റർ ആൻഡ് ഗ്രേറ്റർ. യാ, നെക്സ്റ്റ് ഫാസ്റ്റ്. Last 2 more questions. എന്താ വിളിച്ച മോനെ? എന്താ വിളിച്ചേ? എന്താ വിളിച്ചത് തന്നെ? ഡോക്ടർ TPS. പിന്നെയും സാറ്. എന്താ കാരണം അറിയോ? യു ആർ നോട്ട് കോൺഷ്യസ് ഓഫ് വാട്ട് യു ആർ സ്പീക്കിംഗ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോൺഷ്യസ് ആവണം നമ്മൾ സംസാരിക്കുമ്പോൾ. കോൺഷ്യസ് ആയിട്ട് സംസാരിക്കാം. യെസ്. നമ്മൾ പണ്ടൊരു പ്രോവർബ് ഉണ്ട്, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ. എന്താണ്? ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ. അത് തെറ്റാണ്. പണ്ട് അങ്ങനെ കുറെ പ്രോവർബുകൾ എഴുതിയിട്ടുണ്ട്, അതൊക്കെ തെറ്റാണെന്നാണ് ഞാൻ എഴുതാറുള്ളത്. ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് വൺ. ആദ്യം ഒന്നിൽ മാസ്റ്റർ ആവും, പിന്നെ ബാക്കിയുള്ളതൊക്കെ എളുപ്പമായി. ഞാൻ ഒരു വണ്ടി നന്നായിട്ട് ഓടിക്കാൻ പഠിക്കാതെ ഡിഫറെന്റ് മേക്ക് ഡിഫറെന്റ് വണ്ടികളും ഒന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ തുടങ്ങി കഴിഞ്ഞാലോ ഐ എം എക്സ്പേർട്ട് ഇൻ വൺ വെഹിക്കിൾ ഓർ അതർ. ഐ എം എ ക്രേസി ഡ്രൈവർ. ഞാൻ 4 വീലൊക്കെ ഉള്ള വണ്ടി 3 വീലില് മലയുടെ മുകളിലൊക്കെ ഓടി. റൈറ്റ്. 7ാം ക്ലാസ്സിൽ ഡ്രൈവിംഗ് ചെയ്തിട്ടുള്ള ആളാണ്.
7th class I was a driver. അപ്പൊ നമ്മള് ഒന്ന് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ എന്താണ് ഏറ്റവും നല്ല, കോവിഡ് കാലത്ത് എനിക്ക് കുറെ ദൂരം ഓടിക്കണം, ഐ പർച്ചേസ്ഡ് എ ഇൻഡോർ. ഞാൻ ഇവിടെയൊക്കെ പോകുന്ന സമയത്ത്, അരുണാചൽ പ്രദേശിലൊക്കെ പോകുന്ന സമയത്ത് ഗുവാഹട്ടിയിൽ എന്നെ പിക്കപ്പ് ചെയ്യാൻ വരും, ക്ലാസ് എടുക്കാൻ പോകും. ആ ഡ്രൈവർ കുറച്ച് ഓടിച്ചു കഴിയുമ്പോഴേ എനിക്ക് ബോറടിക്കും. കാരണം അയാൾ ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിൽ പോകും, തേർഡ് ഗിയർ പോലും ഇല്ല. കാരണം വലിയ മലയുള്ള സ്ഥലത്ത് ഓടിച്ച് ശീലിച്ചിട്ടുള്ളതാണ്. ഇത് വലിയ നല്ല റോഡായാലും സെക്കൻഡ് ഗിയറിലേ പോകും. അപ്പൊ എവിടെയെങ്കിലും ദാവയിൽ ഭക്ഷണം കഴിക്കാനിരുന്നേ ഞാൻ പറഞ്ഞു ഈ പുറത്തിരുന്ന് ഞാൻ ഓടിച്ചോളാം, പിന്നെ ബാക്കി ഞാൻ ഓടിക്കും. അപ്പൊ നമ്മൾ ഈ ബ്രഹ്മപുത്രയൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ ക്രോസ് ചെയ്യണമെങ്കിൽ അതിന്റെ മുകളിലേക്ക് ചാടി കയറണം. റിവറിന് ബ്രിഡ്ജ് ഒന്നും ഇല്ലാത്ത സ്ഥലമാണ്. അപ്പൊ നമുക്കൊരു സുഖമാണ്. അത് ആ ഒരു എബിലിറ്റി ഉണ്ടെങ്കിൽ then you don't worry. നമ്മളിപ്പോ സൈക്കിൾ ഓടിക്കാൻ നന്നായിട്ട് അറിയാനില്ല. അപ്പൊ അതുപോലെ എല്ലാ വഴിയിലും എനിക്ക് സൈക്കിൾ ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള റോഡിൽ ഞാൻ ഓടിച്ചു പഠിച്ചാൽ. അപ്പോ പ്രാക്ടീസ്, become master of one. I am a master of mathematics. ഉറപ്പായിട്ടും എന്തു പറയാന്ന് ഷഠ എന്ന് പറഞ്ഞിട്ട് പറയും. നിങ്ങളൊക്കെ മാത്സ് പഠിക്കുന്നുണ്ട്, പക്ഷെ ഉപയോഗിക്കണോ എന്ന് വെച്ചില്ല. വാട്ട് ഈസ് 72 minus 27? 72 minus 27 എന്നാണ് ഞാൻ ചോദിച്ചത്. ആണോ അല്ലയോ? എത്ര പേര് എഴുതി? ഇപ്പോ എത്ര പേര് എഴുതി? 72 minus 27 ആണ്. അത് റിവേഴ്സ് ചെയ്തിട്ടാണ്. എപ്പോ റിവേഴ്സ് ചെയ്ത് എഴുതുന്നു ആ സമയത്ത് 72 തമ്മിലുള്ള ഡിഫറൻസ് കാണാം. 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 64 minus 46. Difference is 2, multiply by 18 is the answer. മനസ്സിലായോ? അപ്പൊ ചില ട്രിക്കുകൾ ഉണ്ട്. ആ ട്രിക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്സ് ബിക്കം സോ സിമ്പിൾ. സോ മാത്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ട്രിക്സ് ആണ്. എന്തുകൊണ്ടാണ് മാത്സ് ടഫ് ആവുന്നത്? മാത്സ് ടഫ് അല്ല, യു ടേക്ക് ലോങ്ങർ ടൈം. പക്ഷെ ഷോർട്ടർ ടൈമിൽ ചെയ്യണമെങ്കിൽ യു നീഡ് പ്രാക്ടീസ്. അങ്ങനെ മാത്സ് നന്നായി എന്താവും? Physics becomes so simple. കാരണം physics is full of maths. Physics easy ആയത് പറ്റും, chemistry becomes so simple. Chemistry easy ആയത് പറ്റും, biology becomes easy. ഇനി maths അറിയുമെങ്കിൽ geography becomes so simple for me. History become much simpler. How? You draw a line. Number line ഇല്ലേ മാത്സിലെ? ആ നമ്പർ ലൈൻ വരയ്ക്കുക. സെൻട്രൽ 0, ഇടത്ത് ഭാഗത്ത് BC, വലത്ത് ഭാഗത്ത് AD. ഹിസ്റ്ററി ഈസ് ഓവർ. ABC. Put a number line, സെൻട്രൽ 0, ഈ ഭാഗത്ത് BC, ഈ ഭാഗത്ത് AD. ആണോ ഹിസ്റ്ററി? യെസ് ഓർ നോ? അപ്പൊ എന്താണ് ഹിസ്റ്ററി? A B C D. ഏടിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു BCR എന്ന തത്വം, കാലത്തിൻ തത്വം. ABCDയിലുണ്ടൊരു തത്വം, ABCDയിലുണ്ടൊരു തത്വം, കാലത്തിൻ തത്വം. ഏടിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു BC എന്നാണ് തത്വം. ABCD പഠിച്ചാൽ, ഇംഗ്ലീഷ് പഠിച്ചാൽ, ABCD പഠിച്ചാൽ ഇത് ഹിസ്റ്ററി പഠിച്ചു. Understood? ശങ്കരാചാര്യര് കൊല്ലത്ത് വെച്ച് തുടങ്ങിയതാണ് മലയാള വർഷം. ഇത് 1200 ആണ്ടാണ്. ഇന്നത്തെ കലണ്ടർ പോയി നോക്കുക വീട്ടില്. ഇതിനകത്ത് 1200 ഇന്നല്ലേ അല്ലേ? അപ്പോ ഇത് 2025 ആണോ അല്ലയോ? 1200 പിന്നോട്ട് പോവാം. അവിടെയാണ് മലയാള വർഷം തുടങ്ങിയത്. അപ്പൊ നിങ്ങളുടെ കലണ്ടർ ഇതുണ്ടല്ലോ, ABC, ഈ നമ്പർ ലൈനില്ലേ 2025 എഴുതാം. മാർക്ക് ചെയ്യ 2025. 1200 മൈനസ് ചെയ്യ. 2025 1200 മൈനസ് ചെയ്ത് എത്ര കിട്ടി? 2008.
ഉറപ്പല്ലേ ശങ്കരാചാര്യ തുടങ്ങിയ വർഷമാണെങ്കിൽ ശങ്കരാചാര്യ ആ കാലത്തല്ലേ ജീവിച്ചത്. അപ്പൊ ശങ്കരാചാര്യ ജീവിച്ച കാലപ്പോഴാണ് ആ കാലം. അവിടെ എഴുതാ ശങ്കരൻ എഴുതാം. മനസ്സിലായോ പഠിക്കുന്ന മാർഗം? ഹിസ്റ്ററിയിലെ ഏറ്റവും ബുദ്ധിമുട്ട് ഇയർ ഓർമ്മിക്കാനല്ലേ. ഇപ്പൊ അത് ഓർമ്മിച്ചോ ഇല്ലയോ? അണ്ടർസ്റ്റുഡ്? 1964 നെഹ്റു മരിച്ചത്, ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ. ഏത് വർഷം? എന്താ കാരണം? അപ്പോഴാണ് ഞാൻ ജനിച്ചത്. അപ്പൊ എന്റെ ജീവിതവുമായിട്ട് ഞാൻ റിലേറ്റ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. 1964 ഞാൻ ജനിച്ചു, ആര് മരിച്ചു? നെഹ്റു മരിച്ചു. ഞാൻ MSc ചേർന്നു, ഇന്ദിരാഗാന്ധി മരിച്ചു. എനിക്ക് ജോലി കിട്ടി, രാജീവ് ഗാന്ധി മരിച്ചു. ഇങ്ങനെ പഠിച്ച ഓർമ്മിക്കാൻ എളുപ്പല്ലേ? സി വി രാമൻ സയൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ്, ആണോ അല്ലയോ? 28 ഫെബ്രുവരി 82 ഇയേഴ്സിലാണ് മരിച്ചത്. 28 തിരിച്ചെഴുതിയ 82 ആയില്ലേ? മനസ്സിലാവുണ്ടോ? 1928 നോബൽ സമ്മാനം കിട്ടിയത്. 1928 ആണ്. ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എവരിതിങ് വിൽ ബി ഇൻ യുവർ ബ്രെയിൻ. ഇറ്റ്സ് ഈസി, നോട്ട് വെരി ഡിഫിക്കൽട്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? യു മേക്ക് എ കലണ്ടർ. നിങ്ങളുടെ ഹിസ്റ്ററി ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ പഠിക്കാനുള്ള എല്ലാ ഹിസ്റ്ററി എഴുതുക, കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക, നല്ലൊരു ചാർട്ട് ഉണ്ടാക്കുക. അതാണ് നമ്പർ ലൈൻ. സോ ഹിസ്റ്ററി ബിക്കംസ് മാത്തമാറ്റിക്സ്. എന്തെളുപ്പാന്ന് ആലോചിച്ച് ഓർക്കാൻ. ഫ്രണ്ടില് ഹിസ്റ്ററി ഒരു സ്കെയിൽ പോലെ കിട്ടുന്നു. യു ക്യാൻ മേക്ക് ഇറ്റ് ലൈക്ക് എ സ്കെയിൽ. അങ്ങനെ പലതും പഠിക്കാൻ പറ്റും. It's easy. You have to convert your knowledge into depictable places. അപ്പൊ ഞാൻ ഇപ്പൊ ഹിസ്റ്ററി മാത്തമാറ്റിക്സ് അറിയുന്നതുകൊണ്ട് ഹിസ്റ്ററി അറിയില്ല എന്ന് പറയാൻ പറ്റുമോ? മാത്തമാറ്റിക്സ് അറിയുന്നത് കൊണ്ട് ഹിസ്റ്ററി നന്നായിട്ട് അറിയുമെന്ന് പറയാൻ പറ്റും. നിങ്ങളിപ്പോ എർത്തിന്റെ ഷേപ്പ് സർക്കുലർ, മാത്തമാറ്റിക്കൽ പർപ്പസ് സർക്കുലർ, അതല്ലെങ്കിൽ എലിപ്റ്റിക്കൽ, അല്ലെങ്കിൽ ജിയോയിഡ്. Radius is 6,200 kilometers. Okay, so 2 pi r is the distance. 24 hours ഒരു പ്രാവശ്യം പോകുന്നു. അപ്പോൾ divide that, you will get the speed of Earth. മാത്തമാറ്റിക്സ് അറിയുന്നതുകൊണ്ടല്ലേ ജിയോഗ്രഫി അറിയണം. ഇനി 365 degree goes in 24 hours. Divide by 24 into 60, you will get 4 minutes. അതുകൊണ്ടാണ് ഒരു ലോഞ്ചിറ്റ്യൂഡിന് അടുത്ത ലോഞ്ചിറ്റ്യൂഡിലേക്കുള്ള ഡിസ്റ്റൻസ് 4 minutes ആവുന്നത്. ടൈം ഡിഫറൻസ് ഇസ് ബിക്കോസ് ഓഫ് ദാറ്റ്. അപ്പൊ നമ്മൾ ജിയോഗ്രഫിയിലെ ടൈം ഡിഫറൻസ് പഠിക്കും. പക്ഷെ ജിയോഗ്രഫി ടീച്ചർ ഇങ്ങനെ പഠിപ്പിക്കില്ല. എനിക്ക് മാത്സ് അറിഞ്ഞാലോ, ഐ ക്യാൻ കൺവേർട്ട് ഇറ്റ് ഇൻടു മൈ നോളജ്. മനസ്സിലാവുന്നു? ലോഞ്ചിറ്റ്യൂഡ് 64 to 100, so 30 multiplied by 100 kilometer. That's why India has got 3,200 by 3,400 length and breadth. So geography എളുപ്പമാണ്. അപ്പോൾ ഹിസ്റ്ററി, ജിയോഗ്രഫി, പൊളിറ്റിക്സ് എല്ലാം എനിക്ക് മാത്തമാറ്റിക്സിലൂടെ പഠിക്കാൻ പറ്റും. നല്ല ലോജിക് അതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. സോ ഇഫ് യു ഹാവ് ഗുഡ് ലോജിക്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഈസ് ലോജിക്കൽ റീസണിങ്. അതുകൊണ്ടാണ് എല്ലാ ടെസ്റ്റിനും ലോജിക്കൽ റീസണിങ്. അപ്പോൾ ഇന്നത് പഠിച്ചുകൊണ്ട് ഇത് പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഓൾ വൺ ആൻഡ് ദ സെയിം. Okay. Come on, next question. One more, last. So we'll stop here. Tomorrow what we will do is, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഈ 4 ഡിവിഷൻസ് നമ്മൾ പറഞ്ഞില്ലേ, ഒന്ന് കോമ്പറ്റേറ്റീവ് എക്സാംസ്, UPSC, അത്തരം സംഭവങ്ങളൊക്കെ, അതിനെ കുറിച്ച് കുറച്ച് പഠിച്ചു നോക്കുക. ഗോ ടു ഡോക്ടർ TPS UPSC, യൂട്യൂബിൽ പോവാ, UPSC ഡോക്ടർ TPS. യു വിൽ സീ ലോട്ട് ഓഫ് വീഡിയോസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓഗ്മെന്റഡ് റിയാലിറ്റി, മിഷൻ ലേണിംഗ്, വിഷ്വൽ, അത്തരം കുറെ സംഭവങ്ങൾ ഒക്കെ ഇഷ്ടംപോലെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ലെവലിലൊക്കെ. യു ക്യാൻ ലുക്ക് അറ്റ് ഇറ്റ്. ഇന്ത്യൻ നോളജ് സിസ്റ്റം, നമ്മുടെ പാരമ്പര്യം, creativity. How do you become more knowledgeable about India?
അത്തരം സംഭവങ്ങളൊക്കെ ആണ്. പിന്നെ മറ്റൊന്നുള്ളത് ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽ, മാത്തമാറ്റിക്കൽ എബിലിറ്റി, UGC നെറ്റ്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചാലും ടീച്ചേഴ്സിന് പാസ്സാവേണ്ട ഒരു എക്സാം ആണ് NET, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. അതിനകത്ത് മാത്സ് ചെയ്യും. നിങ്ങൾ ഇംഗ്ലീഷ് ആണ്, മലയാളമാണ്, ഹിന്ദിയാണ്, പക്ഷെ റെക്കഗ്നൈസ്ഡ് UGC. ഞാൻ UGCയുടെ ഡയറക്ടർ ആയിരുന്നു കുറച്ചാണ്. ടീച്ചിങ് ടീച്ചേഴ്സ് വാസ് മൈ ജോബ് 2 years in കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ആ സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ള ഒരു പണി, കുറേ കേരളത്തിലുള്ള കുറേ പേര് ക്വാളിഫൈഡ് ആണ്, മാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അവരൊന്നും നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിട്ട്. അതുകൊണ്ട് അവർക്ക് ഗവൺമെന്റ് UGC ശമ്പളം കൊടുത്തില്ല, യൂണിവേഴ്സിറ്റിയിൽ ജോലി കിട്ടില്ല. ആ സമയത്ത് അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു കോഴ്സാണ് UGC നെറ്റ് എക്സാം. അതിൽ പേപ്പർ 1 എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ്, ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽ, ഇതൊക്കെയാണ് അത്യാവശ്യമായിട്ട് വേണം. അതിന് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനാണ് വേണ്ടത്. നിങ്ങൾ സാധാരണഗതിയിൽ ക്ലാസ്സിൽ ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്സിന് നിങ്ങൾ 5 മിനിറ്റും 10 മിനിറ്റും തരുന്നത് കോമ്പറ്റീറ്റീവ് എക്സാംസിൽ ലെസ് ദാൻ മിനിറ്റ് ആവും, 40 സെക്കൻഡ് ആണ്. അപ്പൊ ഫാസ്റ്റ് ആയിട്ട് വായിച്ചിട്ട് 3 ഓപ്ഷൻ ഒന്നെടുത്ത് അതിലൊന്ന് മാർക്ക് ചെയ്യാൻ ആകെ കിട്ടുന്ന 1 മിനിറ്റ് ആണ്. അപ്പൊ മാത്തമാറ്റിക്സ് അല്ല ടഫ്, എന്താണ്, യു ആർ നോട്ട് ഫാസ്റ്റ് ഇനഫ്. വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റുമ്പോൾ യു വിൽ ബിക്കം എലിജിബിൾ. അതാണ് ഞാൻ ഈ KL യൂണിവേഴ്സിറ്റിയിലൊക്കെ കൊടുത്തിട്ടുള്ള ട്രെയിനിങ്. അപ്പൊ അതുകൊണ്ട് ലേൺ, കോൺഫിഡന്റ് ആയിട്ട് പഠിക്കണമെങ്കിൽ നല്ലപോലെ മനക്കണം. വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യണം, മാത്തമാറ്റിക്കൽ സ്കില്ല്, അനലിറ്റിക്കൽ, ലോജിക്കൽ റീസണിങ്, ഇതൊക്കെ 10ാം ക്ലാസ് ആകുമ്പോഴത്തേക്കും പെർഫെക്റ്റ് ആവും. ഞാൻ നിങ്ങളുടെ പലരുടെയും എഴുതിയ നോട്ട്സ് നോക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ് സ്റ്റാൻഡേർഡ് ആണ്, എക്സെപ്റ്റ് ഒരു 1-2 പേര്. അതിനാണ് ഞാൻ നിങ്ങൾ ബാക്കിയുള്ളവരുടെ നോട്ട് കാണാനൊക്കെ പറഞ്ഞത്. അപ്പൊ ഇന്ന് ചെയ്യേണ്ടത്, യു ഹാവ് മൈ നമ്പർ. വാട്ട്സ് മൈ നമ്പർ? എത്ര എളുപ്പമാണ് നോക്കുന്നത് നിങ്ങൾക്ക് ബൈ ഹാർട്ട് പഠിക്കാൻ. എബിലിറ്റി ഉണ്ട്, കഴിവുണ്ട്, പഠിക്കാൻ പറ്റും. ബ്രെയിൻ ഈസ് വെരി ബ്രില്യന്റ്. എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ബ്രെയിൻ എലാസ്റ്റിസിറ്റി പോലെയാണ്. റബ്ബർ ബാൻഡ് എല്ലാ ദിവസവും സ്ട്രെച്ച് ചെയ്താൽ അതിന് എലാസ്റ്റിസിറ്റി ഉണ്ടാവും. ഒരു മൂലക്ക് അനങ്ങാണ്ട് വെച്ചാൽ ഒരു 6 മാസം കഴിഞ്ഞ് വലിച്ചു നോക്കിയാൽ അത് പൊട്ടിക്കും. യുവർ ബ്രെയിൻ ഈസ് ലൈക്ക് ദാറ്റ്. യു ആർ നോട്ട് യൂസിങ് ഇറ്റ്. When you use it, it becomes so powerful. നിങ്ങൾക്കൊക്കെ ചെയ്യേണ്ടത് ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഞാനാണ് വരുന്നതെന്ന് പറഞ്ഞാൽ എന്നെ കുറിച്ച് കുറെ പഠിച്ച്, കാരണം ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെ വന്നിരുന്നെങ്കിൽ ഈ രാവിലെ ഉള്ള മൂടാവില്ല ഇപ്പോൾ ഉള്ളത്, കുറെ മാറിയിട്ടുണ്ട്. ഞാൻ ഇവിടെ നോക്കുമ്പോൾ കാണാം, രാവിലെ തന്നെ ഈ മൂഡ് കിട്ടിയാൽ ഇന്ന് ഫുൾ ഡേ ഇറ്റ് വുഡ് ഹാവ് ബീൻ മച്ച് ഹയർ. അപ്പൊ ഞാനൊക്കെ ക്ലാസ് എടുക്കുന്ന മാഷന്മാര് ഒരു പോയട്രി പഠിപ്പിക്കണമെങ്കിൽ ആ പോയട്രി നാളെ ഇന്ന ക്ലാസ് ആയിട്ട് പഠിപ്പിക്കണമെങ്കിൽ തലേ ദിവസം നമ്മളെടുത്ത് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, ഫുൾ പഠിച്ചിട്ട് പോയിരിക്കും. മാഷ് എന്തെങ്കിലും തെറ്റ് പറയും, അപ്പൊ പഠിക്കും. നിങ്ങളൊക്കെ ക്ലാസ്സിൽ കേൾക്കുമ്പോഴേ ആദ്യമായിട്ട് കേൾക്കണേ. ആ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് എന്തുകൊണ്ട് പഠിച്ചു പോയിക്കൂടാ? ഞാൻ ഇംഗ്ലീഷിലൊക്കെ മഹാമോശമായിരുന്നു. അപ്പൊ എന്താ ചെയ്തത്? മാക്ബത്ത്, വേർഡ്സ്വർത്തിന്റെയും പോയട്രിയും ഷേക്സ്പിയറിന്റെ നോവലും ഒക്കെ പഠിക്കാനുണ്ട് കോളേജിലൊക്കെ എത്തുമ്പോൾ. ആ ഫുൾ ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ്സിലിരിക്കുന്നത് അന്നത്തെ കാലത്ത്. അപ്പൊ മാഷ് നോക്കി വായിക്കുമ്പോഴത്തേക്ക് എനിക്ക് ബൈഹാർട്ടാണ്, നോക്കേണ്ട കാര്യമില്ല. മലയാള കവിതകൾ അടക്കം അങ്ങനെയായിരുന്നു. ആശാന്റെ കവിതകളൊക്കെയാണ് പഠിക്കുന്നത്. കുബേരപത്തനത്തിൽ സുഗന്ധമാകിയ താഴികക്കുടങ്ങൾ പകല ബുദ്ധി കടന്ന ഭാസ്കരൻ തൻ പ്രകടമരീചികളാൽ തിളങ്ങി മിന്നി പല മണിവേട രണ്ടുപാടും പുനരുദ്ധിയിലൂടെ അനശരീഭൂമിൻ മഹാദ്രിതൻ കലകു വിഭാഗിപ്പോ സുമഹിത മുനിവേഷമാവൻപിച്ച ദിവ്യമാമുഖത്തിൽ വിവരത്തിനോട് ഉദിച്ചുയർന്നത് ശവഗുണമുള്ളൊരു വീരലക്ഷ്മി അത്രേ. ഇങ്ങനെ പഠിക്കും. മാഷ് നോക്കിയിട്ടാ വായിക്കാം. ഞാനോ ഇപ്പൊ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾക്കൊക്കെ എല്ലാം പഠിക്കാൻ കഴിവുണ്ട്, പക്ഷെ നിങ്ങളത് ചെയ്യില്ല. യു ആർ നോട്ട് യൂസിങ് യുവർ ബ്രെയിൻ. അപ്പൊ ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ ഡിസൈഡ് ദാറ്റ് ഐ ആം ഗോയിങ് ടു യൂസ് മൈ ബ്രെയിൻ ഫോർ ഗുഡ് ലേണിംഗ് പർപ്പസ്. ഇപ്പൊ ചെയ്തില്ലെങ്കിൽ മിസ്ഡ് ദ ചാൻസ്. വലിയ ബുദ്ധിമുട്ടായി. ഇനി ഇപ്പൊ കുറച്ച് ഡൗൺ, ഡോണ്ട് വറി, മിക്സ് വിത്ത് ഗുഡ് പീപ്പിൾ. അതിനാണ് ഈ ക്യാമ്പുകളും ഇത്തരം പ്രോഗ്രാംസ് ഒക്കെ, അതിനാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന ചെറിയ പണിയാണ്. 4 പേര് ഒരു വളണ്ടിയർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, ശരിക്കും ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറച്ച് സമയം നിങ്ങൾക്ക് എത്ര നിങ്ങൾ ഷെയർ ചെയ്തു അത് രാവിലെ പോലുള്ളതിനേക്കാളും പിന്നെ ഹയർ വാല്യൂ ആണ്. ആചാര്യ പാദമാദത്തെ, എന്താണ്
പാദം ശിഷ്യസ്വമേധയാ, പാദം സ ബ്രഹ്മചാരിഭ്യ, പാദം കാലക്രമേണ ച. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എല്ലാവരും കേട്ടിട്ടുണ്ട്. 3 Idiots മൂവി കണ്ടിട്ടുണ്ടോ? കണ്ടവർ എത്രയുണ്ട്? കൈപ്പൊക്കെ അവരെങ്കിലും കേട്ടിട്ടുണ്ടോ? അതിനകത്ത് ഒരു പോഡിയത്തിൽ ഒരാള് പറയുമ്പോ എല്ലാവരും ചിരിക്കുന്ന ഒരു സീൻ ഉണ്ട്, ഉണ്ടാവില്ലയോ? ആ സമയത്ത് അയാൾ ചൊല്ലുന്നത് ഈ ശ്ലോകമാണ്. പക്ഷെ തെറ്റിച്ചിട്ടാ ചൊല്ലുന്നത്, അതുകൊണ്ടാണ് എല്ലാവരും ചിരിക്കുന്നത്. നിങ്ങൾക്ക് ശരിയായ ശ്ലോകം അറിയില്ല, തെറ്റിച്ചതും അറിയില്ല, പക്ഷെ നിങ്ങൾ ചിരിച്ചിട്ടുണ്ടാവും. ആചാര്യ പാദമാദത്തെ. ഫ്രം എ ടീച്ചർ യു ഗെറ്റ് 25%. നിങ്ങൾ സ്വന്തം പ്രിപ്പയർ ചെയ്താൽ 50% ആവും. ഫ്രണ്ട്സിന്റെ കൂടെ ഡിസ്കസ് ചെയ്താൽ 25% കൂടും. പക്ഷെ എങ്ങനെയുള്ള ഫ്രണ്ട്സ് ആവണം? ക്രിയേറ്റീവ് ആയിട്ടുള്ള നല്ല ഫ്രണ്ട്സ് ആവണം. നിങ്ങൾ ആരെങ്കിലും അന്യോന്യം സംസാരിച്ചിട്ട് കുഴപ്പമുണ്ടാക്കണമെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമല്ല, നിങ്ങളുടെ അടുത്തിരിക്കുന്ന വാനരന്റെ കുഴപ്പമാണ്. ശകുനിയുടെ കുഴപ്പമാണ്. ദുര്യോധനാവാൻ ആരാ ദുര്യോധനാക്കിയത്? ശകുനിയാണ്. പാണ്ഡവന്മാരാക്കിയത് ആരാ? കൃഷ്ണനാണ്. അപ്പൊ നിങ്ങൾ ആരാവുന്നു എന്നുള്ളത് നിങ്ങളുടെ ഗ്രൂപ്പിനനുസരിച്ച്. You should have good mentor, you should have good group, then you will become successful. അത് ഉണ്ടാവട്ടെ. നല്ലപോലെ പ്രിപ്പയർ ചെയ്യാം. നാളത്തേക്ക് വരുമ്പോഴത്തേക്ക് കുറെ പ്രിപ്പറേഷൻ, എങ്കിലേ അടുത്ത ലെവലിലേക്ക് പോകും. ആരെങ്കിലും എന്റെ യൂട്യൂബ് വീഡിയോയിൽ എത്തുകയാണെങ്കിൽ കമന്റ് വെറുതെ കണ്ടിട്ട് പോകരുത്. ആ കമന്റ് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ നിങ്ങൾ അതിന്റെ എസൻസ് മനസ്സിലാക്കിയെന്നോ അറിയാൻ വേണ്ടി. ഓ യു ഹാവ് സീൻ ഇറ്റ്, കണ്ടതുകൊണ്ട് കാര്യമില്ല. ഇതാണ് എനിക്ക് അതിനകത്ത് നിന്ന് കിട്ടിയത് എന്ന് എഴുതാൻ പറ്റിയാൽ നിങ്ങളത് കണ്ടു. അപ്പൊ ഞാൻ കുറേ ശ്ലോകം ചൊല്ലിയിട്ടുണ്ട്. ആചാര്യ ഡോക്ടർ TPS യു വിൽ സീ മൈ ശ്ലോക ദർ, യു വിൽ സീ ആൻ എക്സ്പ്ലനേഷൻ. അങ്ങനെ കുറേ സുഭാഷിതങ്ങളുണ്ട്, 100-ലധികം പ്ലേലിസ്റ്റുകളുണ്ട്. ഓക്കെ, അപ്പൊ see you tomorrow 10 o'clock. No sir.